നോക്കൂ പ്രസാദേട്ടാ, ഈ നാടകത്തിന് ഇന്ന് തന്നെ കേട്ടൻ വീഴണം. എന്നിട്ട് പ്രസാദേട്ടൻ ജീവിതത്തിലേക്ക് വരണം. ഓക്കെ? ഏതാണ് നാടകം? കുറച്ചു ദിവസമായി ഈ ഹോട്ടൽ മുറിയിൽ ഞാൻ അനുഭവിക്കുന്നോ? നോ, എവനിക്ക് തെറ്റി. ഇത് നാടകമല്ല, ജീവിതമാണ്. പ്യുവർ ലൈഫ്. പിന്നെയും പഴയ പല്ലവി. എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തവരുടെ അടുത്തേക്ക് ഞാൻ പോണേ എന്നെ. ആര് പറഞ്ഞു അവര് പ്രസാദേട്ടനെ സ്വീകരിക്കില്ലാന്ന്? കഴിഞ്ഞ ദിവസങ്ങളിൽ അവരനുഭവിച്ച ദുഃഖമൊന്നും പ്രസാദേട്ടൻ കണ്ടില്ലല്ലോ. ഹോട്ടൽ മുറിയിൽ ജനലും വാതിലും അടച്ചു കിടന്ന എങ്ങനെ കാണാനാ? ഐ ക്യാൻ ഗസ്. പക്ഷേ ഊഹങ്ങളെല്ലാം എപ്പോഴും ശരിയാവണമെന്നില്ല. അവര് പ്രസാദേട്ടനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യും. പ്രസാദേട്ടന്റെ ആബ്സെൻസിൽ പ്രസാദേട്ടന്റെ വില എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അപ്പോ എന്നെ മനസ്സിലാക്കണമെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ ഉണ്ടാവരുത്, അല്ലേ? That's what I am doing now. ഈ പ്രസാദേട്ടനെ എങ്ങനെയാ ഇനി ഞാൻ കാര്യങ്ങൾ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യിക്കുക? അവരുടെ മനസ്സെടുത്തോടൊന്ന് കാണിക്കാൻ പറ്റുമോ പ്രസാദേട്ടനെ വിശ്വസിപ്പിക്കാൻ? തെറ്റ് തിരുത്താൻ അവർക്കൊരു അവസരം കൊടുത്തൂടെ? ശരി, യമനുടെ വാക്കുകൾ ഞാൻ വിശ്വസിക്കാം. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോ വീണ്ടും പഴയതൊക്കെ അവർ കുത്തിപ്പൊക്കിയാൽ? ഇല്ല, അതുണ്ടാവില്ല. ഈ ഉറപ്പിന്മേൽ ഞാൻ വരാം. ഹോ, എന്റെ ഗുരുവായൂരപ്പാ, നീ തുണച്ചു. അപ്പോഴേ അലസനും ഔട്ട്സൈഡറുമായി ഈ പ്രസാദേട്ടനെ അല്ല, പഴയ സ്മാർട്ടായ, ഡിസിപ്ലിൻഡായ, റെസ്പോൺസിബിളായ പ്രസാദേട്ടനെയാ ഇനി ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളെ വിടൂ, യമനുടെ കാര്യം പറയും. ഈ ഞങ്ങൾക്കകത്ത് യമന ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾക്കകത്തുനിന്ന് യമന് വേണ്ട. യു ഷുഡ് കം ഔട്ട്. യമന് മാത്രം മതി. എന്നാ പുറപ്പെടുകയല്ലേ സാർ? കുറച്ച് കഴിഞ്ഞ് പോവാം. എൻ്റെ ഒരു ഫ്രണ്ട് വരാനുണ്ട്. വാ, ഇരിക്കെ. പിന്നെ വീട്ടിലേക്ക് പോകുന്നത് പ്രസാദേട്ടൻ തനിച്ചു മതി കേട്ടോ. അതെന്താ? നമ്മൾ എവിടെ വെച്ച് കണ്ടുന്ന് മറ്റുള്ളവർ സംശയിക്കും, ചിലപ്പോ ചോദിക്കുകയും ചെയ്യും. എത്ര ബ്രില്യന്റ് ആയിട്ട് കള്ളം പറഞ്ഞാലും കുറെ കഴിയുമ്പോ എങ്ങനെയെങ്കിലും ആ കള്ളം പൊളിയും. എന്തിനാ പ്രസാദേട്ടാ ഇനിയും പ്രശ്നങ്ങൾ? അതുകൊണ്ട് വീട്ടിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോണല്ലേ? Good evening, Sky Blue. Okay, sir. Okay. Thank you. എക്സ്ക്യൂസ് മീ, എഞ്ചിനീയർ മിസ്റ്റർ പ്രസാദ് കൂടി ഉണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ വെക്കേറ്റ് ചെയ്ത് പോയതേ ഉള്ളൂ. എത്ര സമയം കാണും? ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ആ. ഗുഡ് ഈവനിങ് സ്കൈ ബ്ലൂ, ക്യാൻ ഐ ഹെൽപ്പ് യു? ഓക്കെ, ഡബിൾ റൂം അല്ലേ? ഓക്കെ സർ. എന്താ സർ? ഒന്നുമില്ല. പ്രസാദ്, ഈ കാണുന്ന സത്യമാണോ? ഞാൻ സുമിത്രയെ വിളിച്ചെന്ന് പറയട്ടെ. ഇപ്പൊ വേണ്ട. എന്താ പ്രസാദ്, താൻ വന്നു വരും, അവരറിയണ്ടേ? അറിഞ്ഞോട്ടെ, പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ്. ശരി, വാ അകത്തോട്ട് പോ. വാ.
ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. എവിടെയായിരുന്നു? എന്തിനായിരുന്നു? എനിക്കറിയാം ദേവ, നിങ്ങളുടെയൊക്കെ മുമ്പിൽ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇമേജ് ഒരു പക്വതയില്ലാത്തവൻ്റെതാണ്, സ്വാർത്ഥൻ്റെതാണ്, കുറ്റവാളിയുടേതാണ് അല്ലേ? സാരമില്ല, ഏത് ആരോപണം ഞാൻ ഫേസ് ചെയ്യണമല്ലോ, കാരണം അതാണല്ലോ എൻ്റെ ഫേറ്റ്. താൻ എന്താ പ്രസാദേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? തന്നെ കുറ്റവാളിയും സ്വാർത്ഥനും ഒക്കെ ആയി ചിത്രീകരിച്ചിട്ട് ആർക്കാ സന്തോഷം കിട്ടുക, സമാധാനം കിട്ടുക? തനിക്കറിയോ, തന്നെ സ്നേഹിക്കുന്ന കുറച്ച് ജന്മങ്ങൾ കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് മരിച്ചു ജീവിക്കുക. പൊറുക്കാൻ വയ്യാത്ത തെറ്റുകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാനുള്ള അവസരമല്ലേ അവർ കൊടുക്കേണ്ടത്? അതിന് പകരം ഇങ്ങനെ സ്വയം ശിക്ഷിച്ചാൽ ശിക്ഷ അനുഭവിക്കുന്നത് പ്രസാദ് മാത്രമാണോ? അങ്ങനെ താൻ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തനിക്ക് തെറ്റു സുഹൃത്തേ. അപ്പൊ ദേവൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം കത്തിയെടുത്ത് കുത്തിയാലും പിന്നെ ആ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിയാൽ മതി എന്നാണല്ലേ? മാംസത്തിനേറ്റ മുറിവിനേക്കാൾ ആഴത്തിൽ മനസ്സിന് മുറിവേറ്റല്ലോ, അതെങ്ങനെ കരിയും? അതിന് ഏത് മരുന്നാണാവോ ദേവൻ സജസ്റ്റ് ചെയ്യാനുള്ളത്? വാദിച്ച് ജയിക്കാൻ എനിക്കറിയില്ല. എന്റെ വീട്ടിൽ നിന്നാണ് എനിക്ക് ഇറങ്ങി പോകേണ്ടി വന്നത്. അതിന് കാരണക്കാർ എന്റെ ഭാര്യയും അമ്മയും. എനിക്ക് മാനസികമായ എന്തെങ്കിലും തരാറുണ്ടെന്ന് ദേവന് തോന്നുന്നുണ്ടോ? വെറുതെ ഇറങ്ങിപ്പോവാൻ, ഇത്രയും ദിവസം ഒരു വിദേശിയെ പോലെ പുറത്തൊരിടത്ത് കഴിഞ്ഞൂടെ? പ്രസാദേ, ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണമില്ലാതെയാണ് താൻ വീട് വിട്ടു പോയെന്ന് പറഞ്ഞിട്ടുമില്ല. കഴിഞ്ഞ സംഭവങ്ങൾ അതേ ചൂടി മനസ്സ് സൂക്ഷിക്കരുതെന്നേ സൂചിപ്പിച്ചുള്ളൂ. അതെ പ്രസാദേട്ടാ, നടന്നത് നടന്നു. അതൊക്കെ എങ്ങനെയും മറക്കാൻ ശ്രമിക്കണം. ഒരു വീടാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞു പോവും. അതൊന്നും മനഃപൂർവ്വം മുറിപ്പെടുത്താനാവില്ല. അമ്മയും സുമിത്രയും ആകെ തകർന്നിരിക്കുക. ഊണില്ല, ഉറക്കമില്ല. പ്രസാദേട്ടൻ വന്നു എന്നറിയുമ്പോൾ അവർക്കൊക്കെ സന്തോഷമാവും. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞോട്ടെ? വേണ്ട. പിന്നെ പോകുന്നില്ല വീട്ടിലേക്ക്? അത് ശരിയല്ല. പോകുന്നില്ലെന്നാരാ പറഞ്ഞ്? എന്നാൽ ഇനി താമസിക്കണ്ട, വേഗം ചെല്ല. ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. തന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ തനിക്ക് ബുദ്ധിമുട്ടോ? നല്ല തമാശയാണല്ലോ. ദേവനിപ്പോ എന്റെ കൂടെ വരാൻ പറ്റുമോ? അത് പറ, പറ്റുമോ? എന്താ പറ്റാതെ? തന്റെ കൂടെ അല്ലെങ്കിൽ പിന്നെ ആരുടെ കൂടെ ഞാൻ വരുന്നത്? നല്ല കഥയായി. എന്നാ പുറപ്പെടാല്ലേ? പ്രസാദിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ മോനെ? മിക്കവാറും ഉടനെ പ്രസാദേട്ടൻ തിരിച്ചെത്തും. നേരോ? അതെ അമ്മേ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? മനസ്സിലായെന്ന് കൂട്ടിക്കോളൂ. യമുനേച്ചി എവിടെ അമ്മേ? അകത്തുണ്ട്. എന്റെ ഈശ്വര. യമുനേച്ചി, രാവിലെ എവിടേക്കാ പോയത്? ഇന്ന് എക്സാമുള്ള ദിവസമല്ലോ. എന്താ ഒരു ചെക്കിംഗ്? ആവശ്യമുണ്ടായിട്ട് തന്നെ. ചോദിച്ചതിന് ഉത്തരം പറയൂ. എവിടേക്കാ പോയത്? പേരില്ലാത്തൊരു സ്ഥലത്തേക്ക്. എന്താ? സ്ഥലത്തിന് പേരുണ്ട്, ഹോട്ടൽ സ്കൈ ബ്ലൂ. എവിടെയാ? ഒന്നുകൂടി പറഞ്ഞേ. ഹോട്ടൽ സ്കൈ ബ്ലൂ. എന്താ കേട്ടിട്ടില്ലേ പേര്? കേട്ടല്ലോ. ഇപ്പോ ദേ, അഭിനയം വേണ്ട. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. നീ എന്തറിഞ്ഞു? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ചേച്ചി ഇന്ന് ഹോട്ടൽ സ്കൈ ബ്ലൂവിൽ പോയിരുന്നു ഒരാളെ കാണാൻ. ഓഹോ, ആരെയാണോ? പ്രസാദേട്ടനെ. ചേച്ചി പ്രസാദേട്ടനെ ചെന്ന് കണ്ടതിനും റൂമിൽ നിന്ന് സംസാരിച്ചതിനൊക്കെ തെളിവുണ്ട്. തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അതെല്ലാം കോടതിയിൽ ഹാജരാക്കി എന്നെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കടാ. തെളിവുണ്ടത്രേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ട് വന്നിട്ട് ഒരുതരം ചീപ്പ് സ്റ്റൈലിൽ എന്നെ ചോദ്യം ചെയ്തോണ്ടല്ലോ, ഞാൻ എങ്ങനെയാ പിന്നെ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല.
കണ്ട ഹോട്ടലിലൊക്കെ കയറി ഇറങ്ങി നടക്കലാണോടാ എന്റെ പണി? എവിടുന്ന് കിട്ടി ഈ ചൂടുള്ള വാർത്ത? അതെന്തിനാ ചേച്ചി അറിയുന്നത്? അറിയണം, എനിക്കറിയണം. എനിക്കൊരു അനോണിമസ് കോൾ വന്നു. അതനുസരിച്ച് ഞാൻ ഹോട്ടൽ സ്കൈ ബ്ലൂവിൽ വരികയും ചെയ്തു. എന്നിട്ട് എന്നിട്ട് എന്നെ കണ്ടു അവിടെ പ്രസാദേട്ടന്റെ റൂമില്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു കോൾ വന്നു? തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. ബാബു ദേ, ഒരുപാട് സ്മാർട്ട് ആവാൻ നോക്കരുത്. നീ എന്താ സിനിമയിലെ ഹീറോ കളിക്കുക? പക്ഷെ ഈ കളി കളിച്ചോണ്ടല്ലോ തകരുന്നത് നമ്മുടെ സ്വന്തം ചേച്ചിയുടെ കുടുംബജീവിതമായിരിക്കും. അത് ഓർമ്മിച്ചോ. ഇറങ്ങുന്നില്ലേ? എല്ലാവരും ഈ ഒരു നിമിഷത്തിനെ കാത്തിരിക്കുക, ഉറക്കം വിളിച്ച് പ്രാർത്ഥിക്കുക. ഇനി എന്താ ഒരു ആലോചന? ഇറങ്ങും. എന്താ താൻ ഇതിനകത്ത് തന്നെ ഇരിക്കാൻ പോവാണോ? ഇറങ്ങ്. ആ ഇറങ്ങ് പ്രസാദേ. സുമിത്രയുടെ പ്രസാദേട്ടൻ. എന്താ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നേ? വിശ്വാസമായില്ലേ? പ്രസാദേട്ടാ, എന്തിനാ മോനെ നീ? അമ്മേ, ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. പ്രസാദ് തിരിച്ചു വന്നില്ലേ? അതല്ലേ നമ്മൾ ആഗ്രഹിച്ചതും. പ്രസാദ് അകത്ത് പോയി കുറച്ച് വിശ്രമിക്കട്ടെ. എല്ലാവരുടെ മനസ്സിനും വിശ്രമം ആവശ്യമാണ്. കുറച്ച് ദിവസമായിട്ട് ടെൻഷനിലായിരുന്നില്ലേ? അകത്തേക്ക് പോവാം പ്രസാദേട്ടാ. പ്രസാദേ, നാളെ കാണാം. വരട്ടെ അമ്മേ. ദേവ, അവനെ മോൻ എവിടെ വെച്ചാ കണ്ടത്? പ്രസാദ് എൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. ഞാനും അതൊട്ടും പ്രതീക്ഷിച്ചല്ല. നേരിട്ടിങ്ങോട്ട് വരാൻ അവനെന്തോ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. എന്തായാലും എല്ലാം നന്നായിട്ട് പര്യവസാനിച്ചില്ലേ? വയറ്റില് തീയായിരുന്നു മോനെ ഈ നിമിഷം വരെ. ആ തീയൊക്കെ ഇപ്പൊ അണഞ്ഞില്ലേ? ഇനി അത് ഊതി കത്തിക്കാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അമ്മ കത്തിക്കുന്നു. ഹലോ, എത്തിയോ? എപ്പോ? ഓ, നല്ല വാർത്തയാണല്ലോ. താങ്ക് യു. ശരി ശരി. എന്താ, ആരാ വിളിച്ചത്? ദേവനാ. തമാശ പറയേണ്ട നേരമല്ല ഇത്. വിളിച്ചത് ആരാണെന്ന് പറയ് ശങ്കരേട്ടാ.
ദേവനെന്ന് പറഞ്ഞ ഈശ്വരനല്ല, കോളേജിലെ ദേവൻ. തനിക്കിനി സമാധാനമായിട്ടിരിക്കാം. പ്രസാദ് വന്നടോ? നേരാണോ? സത്യമായും പ്രസാദ് വന്നോ? വന്നു. എപ്പോഴാ ചെത്തിയത്? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അപ്പൊ തന്നെ ദേവൻ വിളിച്ചു. ഹോ, ഒരു കൊടുങ്കാറ്റ് വീശി അമർന്ന പ്രതീതി. എന്റെ നേർച്ചയും പ്രാർത്ഥനയും ഫലിച്ചു. ഈശ്വര, നീ കാത്തു. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം ശങ്കരേട്ട. ഇപ്പോ ഉടനെ വേണ്ട. ഏത് മൂഡിലാണ് പ്രസാദ് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് സാവകാശം പോവാം. ഇടിയും മിന്നലും കാറ്റുമൊക്കെ കഴിഞ്ഞ് ആകാശം ശാന്തമാകാനുള്ള സമയം കൊടുക്കണം. എന്നിട്ട് നമുക്ക് പോവാം. അതല്ലേ നല്ലത്? അല്ലേ മോനെ? അത് മതി അച്ഛാ. ഏതായാലും പ്രസാദ് എന്നെ എത്തിയല്ലോ. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ദുശ്ചിന്ത പ്രസാദിന് തോന്നാൻ ഇടവരുത്തരുതേ ഭഗവാനെ. സത്യത്തിൽ താഴെ മുറിക്കകത്തിരുന്ന് ഫാനിന്റെ ചൂട് കാറ്റ് കൊള്ളുന്നതിനേക്കാൾ എത്രയോ ഭേദമാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, അല്ലേ? ഇതാണ് കാറ്റ്. ആഹാ, നല്ല തണുത്ത കാറ്റ്. ആ പ്രസാദ് അറിഞ്ഞോ എനിക്കൊരു അബദ്ധം പറ്റിയ കഥ? എന്നാ കേട്ടോ. ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്ന സ്വഭാവം എനിക്കില്ലെന്ന് നിനക്കറിയാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു ചെക്കൻ 50 ലക്ഷത്തിൻ്റെ ഒരു ടിക്കറ്റ് എന്നെ പിടിച്ചങ്ങ് ഏൽപ്പിച്ചു. അവൻ്റെ താണ് വീണുള്ള റിക്വസ്റ്റ് കേട്ടുകൊണ്ടാ വാങ്ങിച്ചു പോയത്. വണ്ടി വിട്ട് കുറേ ഇങ്ങ് പോന്നപ്പോഴല്ലേ പറ്റ് മനസ്സിലാകുന്നേ. അതൊരു പഴയ ടിക്കറ്റായിരുന്നടാ. നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞതേ. എന്ത് ചെയ്യാനാ? ആ ചെക്കനൊരു വേന്ദ്രൻ തന്നെ അല്ലേ? നല്ല ഭാവി ഉണ്ടാവും. പ്രസാദേ, എന്താണോ ഇത്ര ആലോചന? മനസ്സിനകത്ത് വരിഞ്ഞ് കെട്ടു നിർത്തിയിരിക്കുന്നതിൻ്റെയൊക്കെ കെട്ടറുത്തു വിട്. ഫ്രീ ആകെ. ദാ എന്നെപ്പോലെ. അതിനെനിക്ക് പറ്റില്ലല്ലോ. എന്നെ സമ്മതിക്കില്ലല്ലോ. അതാണ് എൻ്റെ ഫേറ്റ്.